അടുത്ത ടോപ്പിക്കിൽ നമുക്ക് നോക്കാം എന്താണ് ബിൽഡങ്സ് റൊമാൻ. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്ലേലിസ്റ്റിലെ എല്ലാ വീഡിയോസും എന്തായാലും കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബിൽഡങ്സ് റൊമാൻ എന്ന്. ബിൽഡങ്സ് റൊമാൻ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടേഴ്സിൻ്റെ മോറൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഗ്രോത്തിനെ ട്രേസ് ചെയ്യുന്നതാണ് അല്ലേ. അതായത് ഒരാൾ ഇന്നസെൻസ് എന്നുള്ളൊരു സ്റ്റേജിൽ നിന്നും എക്സ്പീരിയൻസ് എന്ന സ്റ്റേജിലേക്ക് പോകുന്നുണ്ടല്ലോ. നമ്മൾ ചൈൽഡ്ഹുഡിൽ നമ്മൾ ഇന്നസെൻസ് എന്നൊരു പീരീഡിലല്ലേ ഉള്ളത്. പിന്നീട് നമ്മൾ സഞ്ചരിച്ച് നമ്മൾ എവിടത്തേക്ക് എത്തുന്നുണ്ട്, മെച്യൂരിറ്റി അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ആ ഒരു ജേണിയെയാണ് നമ്മൾ എന്തു പറയുന്നത്, ബിൽഡങ്സ് റൊമാൻ എന്ന് പറയുന്നത്. അതായത് അത് എന്തിലാണ് എൻഡ് ചെയ്യുന്നത്, ഹീറോ തൻ്റെ പീസ് കണ്ടെത്തുന്ന ഒരു ജേണിയിൽ അവൻ പീസ് കണ്ടെത്തുന്ന ആ ഒരു ജേണിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിൽഡങ്സ് റൊമാൻ എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനനുസരിച്ച് ഹീറോ ഫിറ്റ് ആവുന്ന രീതിയിലേക്ക് എത്തുന്നതിനെയാണ് ബിൽഡങ്സ് റൊമാൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ജെയിൻ എയ്റെ, ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ ചാൾസ് ഡിക്കൻസിൻ്റെ, അതുപോലെ തന്നെ JD സാലിംഗറിൻ്റെ ക്യാച്ചർ ഇൻ ദ റൈ, പിന്നെ ഹാർപ്പർ ലീൻ്റെ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്നുള്ള വർക്കുകളൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എവറി ബിൽഡങ്സ് റൊമാൻസ് ഈസ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് നോർമാലിറ്റി. ഓക്കെ, സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനും എന്നാൽ പേഴ്സണലി നമ്മളുടെ ഒരു ജേണി ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെയാണ് നമ്മുടെ ബിൽഡങ്സ് റൊമാൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളുടെ സൊസൈറ്റി നമ്മൾ ആരാണെന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞു ബിൽഡങ്സ് റൊമാൻ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനിലേക്ക് ഒരാളുടെ ഇന്നസെൻസിൽ നിന്നും അയാൾ എത്തിച്ചേരുന്നതാണല്ലോ, അതിനെയാണല്ലോ ബിൽഡങ്സ് റൊമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ സൊസൈറ്റി നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ ആരാണെന്നുള്ള കാര്യം സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, പല ട്രാൻസ്ജെൻഡേഴ്സിനെയും ഇന്ന് സൊസൈറ്റി ഇപ്പം കുറേ മാറി, എന്നാലും അന്നത്തെ കാലത്തൊന്നും ട്രാൻസ്ജെൻഡേഴ്സ്, ഗേ, ലെസ്ബിയൻസിനെയൊന്നും അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി ആ ഒരു തരത്തിലേക്കാണ് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫണ്ണി ബോയ് എന്നുള്ളൊരു വർക്ക് ഒരു ബിൽഡങ്സ് റൊമാൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫണ്ണി ബോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അർജി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അവൻ 2 കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് അവൻ്റെ സെക്ഷുവാലിറ്റി അല്ലേ, അവനൊരു ഗേ ആണ്. പിന്നെ അവൻ്റെ തമിഴ് മൈനോറിറ്റി ഐഡൻറ്റിറ്റി, അവനൊരു തമിഴിലാണ്. ശ്രീലങ്കയിൽ പിന്നെ മെജോറിറ്റി നേഷൻസ് സിൻഹാലിയുള്ള ഇവിടുത്തെ ഒരു തമിഴ് മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉള്ള പേഴ്സണാണ് അർജി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇൻ പിഗ്സ് കാൺ ഫ്ലൈ അർജി ലേൺസ് ജെൻഡർ ബൗണ്ടറീസ് വെൻ ഹീ ഈസ് ബാൻഡ് ഫ്രം പ്ലേയിങ് ബ്രൈഡ്. അതായത് അവനൊരു കളിയിൽ അവനെ പങ്കെടുപ്പിക്കാതെ ബാൻ ചെയ്യും. അപ്പോൾ അവിടെയാണ് അവൻ ജെൻഡർ ബൗണ്ടറീസിനെ കുറിച്ച് പഠിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ രാധ ആൻറ്റിയും അനിലിൻ്റെ ഒരു ലവ് സ്റ്റോറിയൊക്കെ ഉണ്ട്. അതിലൂടെയാണ് അവൻ വിറ്റ്നസ് ചെയ്യുന്നത് എങ്ങനെയാണ് എത്നിക് ലവിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നത്, എത്നിക്കൽ ബൗണ്ടറീസ് എങ്ങനെയാണ് ലവിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ദ ബെസ്റ്റ് സ്കൂൾ ഫോർ ഓൾ എന്ന് പറയുന്നൊരു വാക്കുകളൊക്കെ കാണാം. അതിലൂടെയാണ് അവൻ അറിയുന്നത് പബ്ലിക്കലി എങ്ങനെയാണ് ഒരു പോയട്രി റെസിറ്റേഷനെ റൂയിൻ ചെയ്യുന്നത്, സിംബോളിക്കലി ബോത്ത് സ്കൂൾ ആൻഡ് സൊസൈറ്റി കൺട്രോൾ ഓവർ ഹിം, എങ്ങനെയാണ് സ്കൂൾ തലത്തിൽ തന്നെ ഒരു കുട്ടിയുടെ ഐഡൻറ്റിറ്റിയെ റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ബിൽഡങ്സ് റൊമാൻ്റെ ഒരു കൗണ്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എ കൗണ്ടർ ബിൽഡങ്സ് റൊമാൻ ഫ്ലിപ്സ് ദ ഐഡിയ ഓഫ് ഗ്രോയിങ് അപ്പ് ഇൻസ്റ്റെഡ് ഓഫ് അഡാപ്റ്റിംഗ് ടു സൊസൈറ്റി ദ ഹീറോ റിജക്ട്സ് ഇറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ബിൽഡങ്സ് റൊമാൻ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനിൽ ഫിറ്റാണ് അല്ലേ. അങ്ങനെ ഫിറ്റ് ചെയ്യാത്തതിനെയാണ് കൗണ്ടർ ബിൽഡങ്സ് റൊമാൻ എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഐഡിയയെ ആ രീതിയിൽ വളരുന്നതിനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് ഹീറോ എന്താകുകയാണ്, റിജക്റ്റ് ചെയ്യാണ്. എനിക്ക് സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ വെച്ച് വളരാൻ സാധിക്കില്ല, എനിക്ക് എൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് ഒരു ഹീറോ തീരുമാനിക്കുന്നതിനെയാണ് കൗണ്ടർ ബിൽഡങ്സ് റൊമാൻ എന്ന് പറയുന്നത്. ക്യാരക്ടർ എന്ത് ചെയ്യാണ്, നോ എന്ന് പറഞ്ഞ് പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് കുറച്ച് വർക്കുകളുണ്ട്. എക്സാമ്പിൾ ദ ബെൽജാർ, സൈൽവിയ പ്ലാത്തിൻ്റെ, അതുപോലെ തന്നെ എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, ജെയിംസ് ജോയ്സിൻ്റെ, പിന്നെ ശ്യാം സെൽവദുരായിൻ്റെ ഫണ്ണി ബോയ് ഈ ഒരു കൗണ്ടർ ബിൽഡങ്സ് റൊമാൻ്റെ ഒരു അർത്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, അർജി ഒരിക്കലും അവൻ്റെ ഐഡൻറ്റിറ്റിയെ വിട്ട് കളിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അർജിയുടെ ഒരു റിബല്യൺ ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അർജി ലീഡ്സ് ദ ഗേൾസ് ഗെയിംസ്, അതായത് അർജിയാണ് അവിടുത്തെ ഗേൾസ് ഗെയിംസിനൊക്കെ ലീഡ് ചെയ്യുന്നത്. അവന് ഒരു ബ്രൈഡിനെ പോലെ ക്രോസ് ഡ്രസ് ചെയ്യും. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ജെൻഡർ റൂൾസിൽ നിന്നും എസ്കേപ്പ് ആകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അർജിയുടെ മദർ ആൻഡ് രാധ ആൻറ്റി ലവ് ഔട്ട്സൈഡ് സോഷ്യൽ നോംസ്. അതായത് അർജിയുടെ മദറും പിന്നെ അവിടെയുള്ളൊരു രാധ ആൻറ്റിയും തമ്മിലൊരു ലവ് ഉണ്ടാവും. അപ്പോൾ അത് സൊസൈറ്റിയിലെ അന്നത്തെ നോംസിനൊക്കെ പുറത്തായിരുന്നു അല്ലേ. പക്ഷെ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, പണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് അവിടെ ലവ് റിബല്യൻ ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് അവർ അർജിയെ പഠിപ്പിക്കാൻ അവർക്ക് പറ്റില്ല, എന്താണ് കറേജ് എന്നും എങ്ങനെയാണ്
ഇങ്ങനെയുള്ള സോഷ്യൽ നോംസിനെതിരെ നിൽക്കേണ്ടതെന്നും അവർക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ മോറൽ ലിബീനം കാണാൻ പറ്റും. നമ്മുടെ അർജി എന്താകുന്നുണ്ട്, അവന് സ്കൂളിൽ തന്നെ കുറച്ച് മോറൽ റിബല്യൺ അവൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഐ ലുക്ക്ഡ് അറൗണ്ട് അറ്റ് മൈ ഫാമിലി ആൻഡ് ഐ സൗ ദാറ്റ് ഐ ഹാഡ് കമ്മിറ്റഡ് എ ടെറിബിൾ ക്രൈം അഗെയിൻസ്റ്റ് ദം. ദിസ് ഗിൽറ്റ് ടേൺസ് ഇൻ ടു സെൽഫ് ആക്സെപ്റ്റൻസ് വെൻ അർജി റിയലൈസ് ദാറ്റ് ഹിസ് ലവ് ഫോർ ഷേഹൻ ഗിവ്സ് ഹിം സ്ട്രെങ്ത്. അതായത് അർജിക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നുണ്ട്, ഷേഹൻ എന്നുള്ളൊരു ക്യാരക്ടറിനോട്. അപ്പോൾ ഷേഹൻ്റെ കൂടെ നിൽക്കുമ്പോൾ അർജി എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ സെൽഫ് ഹുഡിനെ ചൂസ് ചെയ്യുന്നുണ്ട്. ലവ് ഓവർ ഫിയർ, അവനക്ക് ധൈര്യം വരികയാണ്, അതായത് ധൈര്യം അവനക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ട്രഡീഷണൽ ബിൽഡങ്സ് റൊമാൻസിൽ നിന്നും അർജി എന്ത് ചെയ്യാണ്, ഫണ്ണി ബോയ് എന്നുള്ള സ്റ്റോറിയിൽ അർജി എന്ത് ചെയ്യാണ്, അവൻ റെസിസ്റ്റൻസും സെൽഫ് ഡിസ്കവറിയും ന്യൂ മോറൽ കോഡൊക്കെ കൊണ്ട് അവൻ എന്ത് ചെയ്യാണ്, ഒരു കൗണ്ടർ ബിൽഡങ്സ് റൊമാനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവനിൽ തന്നെ ഒരു ഹാർമണി കണ്ടെത്തുകയും സൊസൈറ്റിയുടെ ഹാർമണിയിലേക്ക് ചേർന്ന് പോകാതെ വരികയും ചെയ്യുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഫണ്ണി ബോയിൽ അതാണ് മെയിൻ തീമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ട്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.